അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ല? അൽഹംദുലില്ലാ ഞമ്മക്കും സുഖമായി പോണു. അപ്പോൾ പെരുന്നാളൊക്കെ ആയിട്ട് എല്ലാവരും വിരുന്ന് പോയിട്ടുണ്ടാവും, ടൂറ് പോയിട്ടുണ്ടാവും. അപ്പം നമ്മളെ വീഡിയോയിൽ ഇന്ന് നമ്മൾ വിരുന്ന് പോകുന്നുണ്ട്. അതുപോലെ തന്നെ സിയാറത്ത് പോവാല്ലേ സാധനങ്ങളൊക്കെ പാക്കാക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വീഡിയോ നിങ്ങളെല്ലാവരും കാണുമ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് എഴുതുക. അപ്പം ഞാനിത് ആദ്യം തന്നെ കുറച്ച് മരുന്നുകളൊക്കെയാണ് കേട്ടോ പാക്കാക്കണത്. ഇതൊക്കെ നമ്മൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ മറക്കും. അപ്പോൾ ഇത് ആദ്യം തന്നെ ഒരു പാത്രത്തിലാക്കേണ്ട അടച്ച് വെച്ചാൽ പിന്നെ ഇത് നമുക്ക് മറക്കാതെ കൊണ്ടുപോകാമല്ലോ. പിന്നെ ഞാൻ എന്തൊക്കെ എടുത്തുക്കണമെന്നൊന്ന് പറഞ്ഞു കേട്ടോ. ഗ്യാസിൻ്റെ ഗുളിക എടുത്തിട്ടുണ്ട്, പനിയുടെ ഗുളിക എടുത്തിട്ടുണ്ട്, വയറുവേദനൻ്റെ ഗുളിക എടുത്തിട്ടുണ്ട്, പിന്നെ മൂക്കിലൊറ്റിക്കണ ഒരു മരുന്ന് എടുത്തിട്ടുണ്ട്. അലർജിയുടെ പ്രശ്നം നല്ലോണ്ട്. അപ്പോൾ ദൂര യാത്രയാണല്ലോ, അപ്പോൾ ഒരു മരുന്ന് കയ്യിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഛർദിയുടെ ഗുളിക എടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു ഡപ്പയിൽ അടച്ചിട്ട് ആ കൊണ്ടുപോകണ ബാഗൊക്കെയാണ് വെച്ചാൽ മറക്കൂലല്ലോ. പിന്നെ അതുപോലെ തന്നെ ബ്രഷ്, പേസ്റ്റ്, സോപ്പ്, തോർത്തുണ്ട്, ഇതൊക്കെയാണ് നമ്മൾ പോകുമ്പോൾ മറക്കുക. അതൊക്കെ റെഡിയാക്കിയതിൻ്റെ ശേഷം ഞാനിതാ ഡ്രസ്സ് പാക്കാക്കാണ്. ഡ്രസ്സ് പാക്കാക്കണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ 3 ആളുമാണ് കേട്ടോ പോണത്. ബാബുകാക്ക് പോരുന്നില്ല. അപ്പോൾ ഇതാ ഞാൻ എല്ലാവരും ഓരോ കൂട്ട് 2 കൂട്ട് ഡ്രസ്സാണ് കൊണ്ടുപോണത്. അപ്പോൾ ഒരു കവറിൽ 3 കൂട്ട് ഡ്രസ്സ് ഇൻ്റെയും മോനൂൻ്റെയും ഷാലൂൻ്റെയും ഒന്നൊരു കവറിൽ ഒരു ദിവസം ഇടാനുള്ളത്, 2-ാം ദിവസം ഇടാനുള്ളത് വേറൊരു കവറിലും ആക്കി വെക്കുകയാണ്. പിന്നെ നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണ ഡ്രസ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ വേറൊരു കവറിലായങ്ങാണ്ട് നമ്മൾ ബാഗിൽ വെച്ചാൽ മതിയല്ലോ. അല്ലെങ്കിൽ തിരുമ്പാനുള്ളതും ഇടാനുള്ളതും ആകെ കൂട്ടി കുഴച്ചിടും. അതാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്. അങ്ങനെ ഡ്രസ്സൊക്കെ പാക്കാക്കിയിട്ട് എന്ത് ചെയ്തു, നമ്മൾ എല്ലായിടത്തും കൂടി ഒന്ന് പോയിട്ട് 2 നാത്തൂമാരോടൊക്കെ ഒന്ന് വിരുന്ന് പോയി. രാത്രിയിലാണ് ഞാൻ കൊളത്തൂർ എത്തിയിട്ടുള്ളത്. കൊളത്തൂരിൽ നിന്നാണ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ. ഒരുപാട് ആൾക്കാരുണ്ട്, നല്ല സന്തോഷമായി ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ കൊണ്ടുപോകണത് എന്താ വെച്ചാൽ പിന്നെ ഒരു പുതപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ ഉള്ളതല്ലേ. അപ്പം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ റൂം എടുത്ത് നിൽക്കുമ്പോൾ എന്താ വെച്ചാൽ ഒന്ന് വിരിച്ച് കൊടുക്കണമെങ്കിൽ ഒരു പുതപ്പ് നിർബന്ധമാണ്. നമ്മൾ പായും കാര്യങ്ങളൊന്നും കൊണ്ടുപോകണില്ല, റൂം എടുക്കുന്നുണ്ട്. അപ്പം നല്ല സുഖമാണ്. എന്നാലും ഒന്ന് കരുതണത് നല്ലതാണല്ലോ. ഇനി അതിന് നമ്മൾ ആ നേരത്തെ ഇടങ്ങാറാവേണ്ട ഒരു ആവശ്യമില്ല. ഒരു ചെറിയൊരു പുതപ്പാണ് എടുത്തേക്കണത്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ ഷാലൊരു സെൻറ്റും കുപ്പി കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ, മറക്കണ്ടെന്ന് പറഞ്ഞങ്ങാണ്ട്. അപ്പോൾ ഇതെല്ലാതും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ബാഗ് കണ്ടറിഞ്ഞൊന്ന് വാങ്ങിയിട്ടുണ്ട്. നമ്മൾ 2ഉം 3ഉം ബാഗ് കൊണ്ടുപോകണേക്കാട്ടും നല്ലത് ഇങ്ങനെ നല്ലൊരു വലിയ ബാഗ് ഉണ്ടെങ്കിൽ അതിലങ്ങോട്ട് സെറ്റാക്കി വെച്ചാൽ മതിയല്ലോ. പിന്നെ നമ്മൾ ഓർമ്മ വരുമ്പോൾ ഓരോന്ന് എടുത്ത് വെച്ചിക്കാണ്. പിന്നെ എന്താ വെച്ചാൽ ഒരു മാക്സിയും അതുപോലെ തന്നെ കുട്ടികൾക്ക് ഓരോ ട്രാക്ക് സ്യൂട്ടും ടീഷർട്ടും ഒക്കെ എടുത്തേക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ റൂം എടുക്കുമ്പോൾ രാത്രിക്ക് ഇടാൻ വേണ്ടിങ്ങാണ്ടാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യങ്ങളെല്ലാവരും പെരുന്നാൾക്ക് വിരുന്നൊക്കെ പോയില്ല, എല്ലാവരും മടിച്ച് പൊളിച്ചിട്ടുണ്ടാവും. മദ്രസും സ്കൂളൊക്കെ ലീവാണല്ലോ. എല്ലാ കൊല്ലം നമുക്ക് മദ്രസ് ഉണ്ടാവില്ലെങ്കിലും സ്കൂൾ ഉണ്ടാവലുണ്ടല്ലേ, മനസ്സമാധാനത്തിൽ നിൽക്കാൻ പറ്റൂല. ഇക്കുറി എല്ലാവർക്കും നല്ല സന്തോഷവും സമാധാനമൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ അതെല്ലാതും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ മറക്കാതാക്കിയിട്ട് ഞാനൊരു സാധനം മറന്നിട്ടോ, ആധാർ കാർഡ്. നമ്മൾ എവിടേക്ക് പോകുമ്പോഴും ഒരു പ്രൂഫ് നമ്മളെ കയ്യിൽ കരുതണത് നല്ലതാണല്ലോ. അപ്പം ഇവിടെ നിന്നപ്പോൾ ഇവിടുന്ന് ചോദിച്ചപ്പോഴാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ ഓർമ്മ വന്ന്. നാത്തുമാരിനോട് ചോദിച്ചു ID കാർഡ് എടുത്തുക്കണോ അല്ലെങ്കിൽ ആധാർ കാർഡ് എടുത്തുക്കണോ ചോദിച്ചു. അതൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഫോൺ ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ വാട്സപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്താ വെച്ചാൽ നമുക്ക് വിളിച്ച് പറഞ്ഞാൽ അത് വാട്സപ്പിലൊന്നും അങ്ങോട്ട് സെൻഡ് ചെയ്താൽ ശരിയാവില്ല. എപ്പോഴും ഞാൻ ശരിയാക്കിയിട്ടില്ല കേട്ടോ. ഇനി ഇവർക്ക് വിളിച്ച് പറഞ്ഞിട്ട് പോലും നമുക്കത് വിട്ട് തരും. അങ്ങനെ തന്നെ നമ്മൾ ബാഗിൽ ഇങ്ങനെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. എല്ലാതും അടുക്കി വെച്ചിക്കാണ്. ഒരുപാട് സ്ഥലമൊന്നും ഉണ്ടാവില്ല. ബാഗ് വലുതാണ് പറഞ്ഞിട്ട് കാലിൽ ഒരുപാട് ചെറിയ അറകളാണ്. പിന്നെ 1-ാം പെരുന്നാൾക്ക് രാത്രിയിലാണ് കേട്ടോ ഞാൻ കുളത്തൂർക്ക് എത്തിയിട്ടുള്ളത്. അന്ന് അങ്ങനെ നിന്ന് 2-ാം പെരുന്നാൾക്ക് ഇതാ എൻ്റെ അമ്മായിയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാടായിക്കണം എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് കേട്ടോ. പക്ഷേ നമ്മൾ അനുസരിച്ച് എത്തിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, 2-ാം പെരുന്നാൾക്ക് ഉച്ചച്ചോറയൊക്കെ കഴിഞ്ഞ് ഒന്ന് അങ്ങോട്ട് കടന്നുറങ്ങി. കൊടും വേനലാണ്, ഉറക്കൊന്നും വരൂല. പിന്നെ ഞങ്ങൾ 2-ാം പെരുന്നാൾക്ക് 5:30 മണിക്കാണ് നമ്മൾ മൂത്താപ്പാടെ മകളെ പെര കാണാൻ പോകുന്നത്. കുടിയിരുന്നിട്ട് ഒരുപാടൊന്നും ആയിട്ടില്ല. പക്ഷെ ഞാൻ അന്ന് പെരയൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മായിയുടെ മക്കൾ പെരൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ അത്തിപ്പറ്റക്കാണ് പോണത്. അത്തിപ്പറ്റ പോയിട്ട് വൈകുന്നേരം ആയിക്കൊണ്ട് അപ്പോൾ ആ കാണുന്ന പെരയുണ്ട്. അപ്പം ഞാൻ ഓൾക്ക് ഇങ്ങനെ ഓരോ പെര കാണിച്ചു കൊടുക്കുക, ഇതാണ് അതാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ വർത്താനൊക്കെ പറഞ്ഞു പോയിട്ടോ.
പിന്നെ നമുക്ക് നല്ലൊരു അവസരമാണ് ഇക്കൊല്ലം പെരുന്നാൾക്ക് കിട്ടിക്കണത്. കാണാൻ പറ്റണോലെയും പോകാൻ പറ്റുന്നിടത്തൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പെരൻ്റെ ഉള്ളുംപാടെ ഒന്ന് ചെറുതായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. നമ്മൾ ഡൈനിങ് ഹാളിൽ പോന്നിട്ട് ഇവിടെ കണ്ടില്ല നിങ്ങൾ, ഇവിടെ സോഫ സെറ്റ് 2 ഹാള് പോലെ ഉണ്ട്. ഈ ഭാഗത്ത് ടേബിൾ. എനിക്ക് ഈ പെരനോട് ഭയങ്കര ഇഷ്ടം. നമ്മളൊരു ഏത് പെരയാണെങ്കിലും എന്താ വെച്ചാൽ അടുക്കളയും ഹാളും കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് പെണ്ണുങ്ങൾക്ക്. കാരണം നമ്മൾ എന്തെങ്കിലും വെച്ചുണ്ടാക്കണത് ഇവിടെ ഹാളിൽ ഇരിക്കണ പോലെ ഇങ്ങനെ കാണും. അപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ എന്താ വെച്ചാൽ 2 ഹാളായിട്ട് തോന്നി. അപ്പോൾ അവിടെ അങ്ങനത്തെ ഒരു വിഷമങ്ങളൊന്നും വരില്ല കേട്ടോ. സോഫ സെറ്റിൽ ഇരിക്കുകയാണെങ്കിലും നമുക്ക് എന്താ വെച്ചാൽ ഭക്ഷണമൊക്കെ കൊടുന്ന് വെച്ചതിൻ്റെ ശേഷം ഓലോട് പറഞ്ഞാൽ മതി. പിന്നെ രണ്ടാമത്തെ റൂം ഇതാണ്ട്. ഈ രണ്ടാമത്തെ റൂമിലാണ് ഈ എസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലിങ്ങനെ ഇരുന്ന് വർത്താനം പറയാണ്. നമ്മളിപ്പോൾ എവിടെ ചെന്നാലും എല്ലാവർക്കും ഒരു തോന്നലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒന്നും ഞാൻ വല്ലാതെ എടുത്തിട്ടില്ല, ഒരാളെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഹാളിൽ ഇങ്ങനെ ഒരു കയ്യകണ ബേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു ഒഴിഞ്ഞ സ്ഥലം കേട്ടോ, തോന സ്ഥലമൊന്നുമില്ല. എല്ലാ സ്ഥലത്ത് പെരന്നെ ഉണ്ടോ, നല്ല രസത്തിലൊരു പെര. പിന്നെ ഈ ഒരു റൂമിൽ എന്താ വെച്ചാൽ 2 കളറാട്ടോ ചുമര്. ഒരു ഭാഗം വെള്ളയും ഒരു ഭാഗം ഇതുപോലെ റോസും. ഇപ്പുറത്ത് പിന്നെ കബോർഡാണ്, അവിടെയും വെള്ളം അയങ്ങാണ്ടാണ്. പിന്നെ അടുക്കളയാണ്, ഇത് പറയാതിരിക്കാൻ പറ്റുക. അടുക്കള നിറച്ച് കബോർഡാണ്, അതും വെള്ള കളറിൽ കേട്ടോ, വെള്ളക്കറിൽ. പിന്നെ താഴത്ത് ഇതാ നല്ല കബോർഡ് നിറച്ച് പൊടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഈ കബോർഡ് ഒന്ന് തുറന്ന് കാണിച്ചു തരാം. കണ്ടില്ല നിങ്ങൾ, ഇതിലൊക്കെ അടുക്കടുക്കാക്കി വെച്ച് കണ്ട് നമുക്ക് വലിയ അളക്കോളും വെക്കാം, അതുപോലെ തന്നെ ചെറിയ അളക്കോളും വെക്കാം. പിന്നെ ഈ അടുക്കളയിൽ എന്താ വെച്ചാൽ അടുപ്പ് ഉണ്ടാക്കിയിട്ടില്ല. അടുപ്പിനില്ല ഇതൊക്കെ പൊടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഗ്യാസ് വെച്ചിട്ടാണ് അടുപ്പുണ്ടാക്കി പുക ചുറ്റിയിട്ട് ഉണ്ടാച്ചിട്ട് പുറത്താണ് ഇവർ അടുപ്പ് ഉണ്ടാക്കിയത്. ആ അടുപ്പും പാടെ ഇതിൽ കാണിച്ചു തരാം. പിന്നെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല സുഖമാണല്ലോ. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ എവിടെ ദൂരെ പോയിട്ടാണ് വെള്ളം കൊടുന്നിരുന്നു. ഇപ്പോൾ അവനാൻ്റെ പെരയിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ നല്ലൊരു സുഖമാണ്. പിന്നെ മേലെ കണ്ടില്ലേ, മേലെ നിറച്ചതുപോലെ കബോർഡാട്ടോ. ഈ വീതനയുടെ ഭാഗത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ കബോർഡ് ഇല്ലാത്തത്. അത് നല്ലൊരു കളറ്, നല്ലൊരു പച്ച വെള്ള, അതുപോലെ ചുമര് നിറച്ച് വെള്ള ടൈല. നല്ല വൃത്തിയിൽ കൊണ്ട് നടക്കുകയാണെങ്കിൽ നല്ല രസമാണ് കേട്ടത് കാണാൻ. പിന്നെ ഞാൻ അടുപ്പ് പുറത്തുണ്ടാക്കിയിട്ടുണ്ട്, അതും പാടൊന്ന് കാണിച്ചു തരാം. കണ്ടില്ല നിങ്ങൾ, പുറത്തൊരൊറ്റ അടുപ്പായിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. ചുമരിനോട് ചാരിങ്ങാണ്ട് കേട്ടോ, നല്ല കത്തും. അതുപോലെ തന്നെ പുറത്ത് റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ഇതാ അപ്പത്തിനോട് പഴം പൊരിച്ചു, പഴംപൊരിയും ചായയും. അപ്പോൾ നെയ്ച്ചോറ് വെച്ചുകൊണ്ടു പറഞ്ഞു. ഞാൻ നെയ്ച്ചോറാടെ തിന്നത്. എനിക്ക് നെയ്ച്ചോറ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ അനുസരിച്ചിട്ട് വരെയാണല്ലോ, അപ്പോൾ ഞാൻ തന്നെ പോയിങ്ങാണ്ട് നെയ്ച്ചോറ് മതി, ബീഫ് കറി ഉണ്ട് ഉണ്ടാക്കി വെച്ചിട്ട്. അപ്പോൾ എനിക്ക് ബിരിയാണിനേക്കാളും ഇഷ്ടമാണ് കേട്ടോ നെയ്ച്ചോറ്. അപ്പോൾ ഞാൻ ചോറ് തിന്നു. അതുപോലെ തന്നെ ബാക്കിയുള്ളവരൊക്കെ എന്തെടുത്ത് ചായ കുടിച്ചിട്ട്. അപ്പോൾ അതൊന്നും പറ്റൂല, അതിനുള്ള എല്ലാവർക്കും ചോറൊക്കെ വിളമ്പി വെച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് 7:30 മണിക്ക് ബസ്സിനാട്ടോ പോകുന്നത്. രാത്രിയിൽ നല്ല രസമാണ് രാത്രിയിൽ യാത്ര ചെയ്യാൻ. പിന്നെ ഞാനിതാ പെരയിൽ വന്നിട്ട് ഈ ചോറ് തിന്നണൊരു നേരത്താണ് പിന്നെ വീഡിയോ എടുത്തിക്കണത്. മക്കൾക്കൊക്കെ ഇതാ ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്. ഇവിടെ ചിക്കന് പൊരിച്ചിട്ടുണ്ട് കേട്ടോ. നാത്തൂമാർ ചിക്കൻ പൊരിക്കണം, അത് അങ്ങനെ ചോറ്റൊക്കെ ഇട്ട് കൊടുത്തേക്കാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ കുട്ടീനെ കുറച്ച് നേരമൊക്കെ കളിപ്പിച്ചു. ഇങ്ങനെ എല്ലാവരും ഒത്തു കൂടുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തൊന്നും ഇങ്ങനെ ഒരു കൂടലുണ്ടാവില്ല. മദ്രസ് തുറന്നാൽ പിന്നെ അതിനൊരു വ്യാഴാഴ്ച ദിവസമാണല്ലോ ഒഴിവ്. പിന്നെ മോനൂന് രാവിലെ ആണെങ്കിൽ ഷാലൂന് രാത്രി കരാം. അപ്പോൾ ആ വിരുന്നൊന്നും നടക്കില്ല. അങ്ങനെ ഓലെ ചോറയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങളിവിടെ ഇരുന്ന് ചോറ് തിന്നാണ്ട്. അവിടെ അത് നമ്മൾ ടേബിൾ മക്കണ് കൊടുന്ന് വെച്ചിക്കാണ്. എല്ലാവരും ഉണ്ട് ഇവിടെ ഇരുന്ന് ചോറ് തിന്നണു. ഞാൻ ചോറൊന്നും തിന്നില്ല കേട്ടോ. ഞാൻ നെയ്ച്ചോറ് അവിടുന്ന് പള്ളറച്ച് തിന്നിക്കല്ല. അപ്പം ഞാൻ ഇവിടുന്ന് ഒന്നും തിന്നിട്ടില്ല. ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ട്. എനിക്ക് പിന്നെ അതിനോടൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ. നമുക്ക് വല്ല മാങ്ങയും പുളിങ്ങയൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടം. പിന്നെ ഇവിടെ ഭയങ്കര പാട്ടേർത്തിയാണ്. ഇൻഷാ അല്ലാഹ് ഇവളൊരു വീഡിയോ നമ്മളെ ചാനലിൽ നാളെ ഇടാൻ നോക്കണം എന്ന് കരുതുന്നുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവർക്ക് ചെറിയൊരു കുഞ്ഞു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇതാ ചോറുന്നിട്ട് പിന്നെ നമ്മൾ രാത്രി ഒരു 10:30 മണിക്ക് ഇതാ നല്ല രസമാട്ടോ. മക്കളൊക്കെ പറയുന്നത് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ പടക്കമായിട്ടും പൂത്തിരി ആയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ പടക്കം പൊട്ടിക്കാനൊന്നും അയച്ചില്ല. ചക്കറായിട്ടും മേശപ്പൂവായിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ പൊട്ടിക്കാനുണ്ടോ. പിന്നെ അപ്പോൾ വീഡിയോ എത്രയൊക്കെ എന്നുള്ള. അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ കൂട്ടുകാരാരെങ്കിലും നമ്മളെ വീഡിയോ കാണണമെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കട്ടോ. എന്നാലാണ് നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരുള്ളൂ. പിന്നെ ഈ വീഡിയോ ഇടൽ എങ്ങനെ എന്താണെന്നും അറിയില്ല. എനിക്ക് പറ്റുമ്പോൾ ഞാൻ വീഡിയോ ഇടുന്നുണ്ട്.
അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ സിയാർത്തൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഈ കാരം വീഡിയോ ഇടയിലുണ്ടാവുക. മക്കളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. വീഡിയോ ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇടും. എന്താ സാഹചര്യത്തിനനുസരിച്ച് മാറേണ്ടി വരും. പിന്നെന്താ വെച്ചാൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ട്. ഇവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ഇതന്നെ ഭയങ്കര മടിയായിക്കാരല്ലോ. നമ്മളെന്ന് പറഞ്ഞാൽ അവിടെ ഒറ്റക്കാവുമ്പോൾ നമ്മൾ റൂമിലിരുന്ന് അങ്ങോട്ട് എഡിറ്റ് ചെയ്യും. ആരും ഉണ്ടാവില്ല. ശാലും മോനും പാടെ ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് കഴിക്കാറ് അധികം എഡിറ്റ് ചെയ്യുമ്പോൾ. പിന്നെ എല്ലാവരും പുറത്തിരുന്ന് വർത്താനം പറയാണ്. തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇനി കുട്ടികളെ കുസൃതിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇത്രയൊക്കെയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ട. എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും.